സെക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചറൽ സ്റ്റീല് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റീൽ മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ട് അല്ലേ? സ്റ്റീല് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആൻഡ് ടെൻഷനാണ്. അവന് ടെൻഷനും കംപ്രഷനും ഒരുപോലെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവനെ നമുക്ക് എക്കണോമിക്കലായിട്ട് ഹൈ റൈസ് ബിൽഡിങ്ങുകളിൽ ലോങ് സ്പാൻ സ്ട്രക്ചറുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മൈൽഡ് സ്റ്റീൽ, കോൾഡ് ഡീഫോംഡ് സ്റ്റീൽ ബാർസ് ഒക്കെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യും. എവിടെ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക? RCCയിൽ യൂസ് ചെയ്യും. RCC റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. അതായത് നമ്മൾ ഇതൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? സ്റ്റീലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ റോഡ്സ് ഉണ്ട് അല്ലേ? ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള സ്റ്റീൽ റോഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വയർ അല്ലെങ്കിൽ ടെൻഡൻ ഫോംസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യും. നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ഗേർഡറുകളൊക്കെ, വലിയ ഗേർഡറുകളൊക്കെ നമ്മൾ മെട്രോയുടെ ഒക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ പോയി നോക്കിയാൽ മതി. ഇതുപോലെ ടെൻഡൻ പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരിക്കും, സ്റ്റീൽ ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതിനാണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയും. അതിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആയിട്ട് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ വേറെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഹൈ റൈസ് ബിൽഡിങ്ങുകളിൽ യൂസ് ചെയ്യും, വലിയ സ്പാനുള്ള ബ്രിഡ്ജുകളിൽ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ബീമിൻ്റെയൊക്കെ സ്റ്റീൽ ഫ്രെയിം വർക്ക്, കോളം, ഇതിനൊക്കെ നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബ്രിഡ്ജൊക്കെ പണിയുമ്പോൾ നമുക്ക് ട്രസ് പോലെ പണിത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലൊക്കെ നമുക്ക് ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സ്റ്റീലിൻ്റെ എന്താണ്? യൂസസ് ആണ്. ഓക്കെ അല്ലേ? അടുത്തെന്താ? RCC സ്ലാബുകളിൽ, ഫ്ലോറ്, ഓക്കെ, പിന്നെ ബ്രിക്ക് വോൾ പാർട്ടീഷൻസ്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റീൽ യൂസ് ചെയ്യാം. പിന്നെന്താ? ഈ സ്റ്റീലിനൊരു പ്രത്യേകത എന്താ? പ്രീ ഫാബ്രിക്കേഷൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് നേരത്തെ തന്നെ അവനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് മില്ലുകളുണ്ട്, സ്റ്റീൽ മില്ലുകളൊക്കെ ഉണ്ട്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ. അവിടെ അവനെ നല്ല ഈസി ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തൊരു ഐറ്റം കൊണ്ട് നമുക്ക് സ്പീഡായിട്ട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ? ഹൈ ടെമ്പറേച്ചർ വന്നു കഴിയുമ്പം അല്ലെങ്കിൽ ഫയറിൻ്റെ ടൈമിലൊക്കെ എന്തുണ്ടാക്കും? സ്ട്രെങ്ത് കുറയും. ഓക്കെ, പിന്നെന്താ? സസെപ്റ്റബിൾ ടു കൊറോഷൻ. അതായത് സ്റ്റീൽ മെറ്റീരിയൽസ് എന്താ അയൺ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെന്താ? കൊറോഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ എന്താ? റസ്റ്റിംഗ് ഉണ്ടാവാം. എന്താ? ഹസാർഡസ് എൻവയോൺമെൻറ്റ് വരുമ്പം അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടീഷൻ വരുമ്പം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൊറോഷൻ, റസ്റ്റിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഫയർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഫയർ റെസിസ്റ്റൻസ് കവറിങ് കൊടുക്കാം, ബ്രിക്ക് മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ് കവറിങ് കൊടുക്കാം. പിന്നെ ആൻറ്റി കൊറോസീവ് ആയിട്ടുള്ള പെയിൻ്റ് ഒക്കെ നമുക്ക് അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ ഡ്രോബാക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി അടുത്തത്, ഈ സ്റ്റീലിനെ നമ്മൾ റോൾഡ് സ്റ്റീൽ സെക്ഷൻ്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യും. വേറെ സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വരും. ഞാൻ 2-3 സ്ലൈഡുകൾ പഠിക്കും. അപ്പം നമ്മൾ സ്റ്റീൽ എന്തിനു യൂസ് ചെയ്യും? റോൾഡ് സ്റ്റീൽ സെക്ഷൻ. നമ്മൾ ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ, ആംഗിൾ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്ഷൻ, ഇത് റോൾ ചെയ്തുണ്ടാക്കുന്ന സെക്ഷനുകളാണ്. അതിൻ്റെ മാനുഫാക്ചറിങ്ങിന് നമ്മളിത് യൂസ് ചെയ്യും. അപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്നിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ യൂസ് ഒക്കെ പറഞ്ഞില്ലേ? സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അലോയ് ആണ്. ഓക്കെ, അലോയ് ഓഫ് അയൺ, പിന്നെന്താ? സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് കാർബൺ, പിന്നെ വേരിയിങ് പെർസെൻറ്റേജ് ഓഫ് അതർ എലമെൻറ്റ്സ്. ഓക്കെ, മെയിൻലി അയൺ ആൻഡ് കാർബൺ ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ അതിൻ്റെ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യുന്ന വേറെ പല എലമെൻറ്റ്സും ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റീലിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? പിന്നെ ഹാർഡ്നെസ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, നല്ല ഡക്റ്റൈലാണ് അല്ലേ? അപ്പം ഈ ഒരു ഹാർഡ്നെസ്, സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ്. നമ്മുടെ സ്റ്റീലിനകത്ത് കാർബൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കാർബൺ ആണ് എന്ത്? ഇതിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റീലിനെ ഈ കാർബണിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തിരിക്കാം. ഒന്നാമത്താണ് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അത് ലോ കാർബൺ സ്റ്റീലാണ്. രണ്ടാമത്താണ് മീഡിയം കാർബൺ സ്റ്റീൽ, കുറച്ചുകൂടെ കാർബൺ കണ്ടന്റ് കൂടുതലാണ്. അടുത്താണ് ഹൈ കാർബൺ സ്റ്റീൽ. പിന്നെ വേറെ ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ അലോയ് സ്റ്റീൽ, ഇങ്ങനെയൊക്കെ നമുക്ക് കാർബൺ കണ്ടന്റിനനുസരിച്ചിട്ട് നമ്മളവനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. മെയിൻലി മൈൽഡ് സ്റ്റീൽ, പിന്നെ മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീലാണ്.
ഓക്കെ. അപ്പോൾ ഈ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പം റോൾഡ് സെക്ഷൻസ് ആയിട്ട്, അതായത് ഇതുപോലെ റോഡ്സ് ആയിട്ട്, ഇപ്പോൾ ഒരു സ്ക്രൂവിൻ്റെ ഒരു പോർഷനാണ്, റോഡുകളായിട്ടാണ് നമ്മൾ മൈൽഡ് സ്റ്റീൽ മാനുഫാക്ചർ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മൈൽഡ് സ്റ്റീലാണ് നമ്മൾ ബോൾട്ടുകൾ, റിവറ്റുകൾ ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് വെൽഡബിൾ സ്റ്റീൽ. വെൽഡബിൾ സ്റ്റീൽ നമ്മൾ വെൽഡിങ് യൂസ് ചെയ്യുന്നത് മെയിൻലി ഡൈനാമിക് ലോഡ്സ് വരുന്ന കേസിലാണ്. ഓക്കെ. അപ്പം ഡൈനാമിക് ലോഡ്സ് വരുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സ്ട്രക്ചറൽ മെമ്പറുകളെ നന്നായിട്ട് വെൽഡ് മെറ്റലൊക്കെ ഒഴിച്ച് ഫ്യൂസ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കും. ഇനി അടുത്താണ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ. ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അഡീഷൻ ഓഫ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വൺ ഓർ മോർ അലോയിങ് എലമെൻറ്റ്സ്. നമുക്ക് അലോയി ആക്കാൻ വേണ്ടിയിട്ടുള്ള അലോയിങ് എലമെൻറ്റ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂടും, റെസിസ്റ്റൻസ് ടു കൊറോഷൻ കൂടും. അതാണ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റീൽ റോപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. നമുക്ക് വലിയ ടെൻസൈൽ ഫോഴ്സ് ഒക്കെ വരും. നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ബ്രിഡ്ജുകളുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജുകളെ നമ്മളിങ്ങനെ രണ്ട് സ്റ്റേജിങ് പോലെ കാണും. അതിൽ നമ്മളിങ്ങനെ ടെൻഡൻസ്, വയറ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ഇവനെ ഹാങ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഈ വയറുകൾ പോലെ ഇപ്പം ഒരു ബണ്ടിൽസ് ഓഫ് വയർ ആയിരിക്കും അത്, അതിന് എന്താ നമ്മൾ യൂസ് ചെയ്യുക, സ്റ്റീൽ റോപ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പം നമ്മൾ സ്റ്റീൽ സെക്ഷൻസ് ഒക്കെ സാധാരണ ഉണ്ടാക്കുന്നത് ഇവിടെ സ്റ്റീൽ മില്ലുകളിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിന് യൂസ് ചെയ്യുക റോളിംഗ് പ്രോസസ്സാണ് സ്റ്റീൽ മില്ലിൽ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുക, റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തത് സ്റ്റീൽ എലമെൻറ്റ്സിന് എന്താ നല്ല സ്ട്രെങ്ത് ഉണ്ട് അല്ലേ. ഹൈ സ്ട്രെങ്ത് ഉള്ളത് കാരണം തന്നെ നമുക്ക് നമ്മുടെ മെമ്പർ സൈസുകളൊക്കെ വളരെ കുറച്ച് ചെറിയ മെമ്പർ സൈസുകൾ മതി. അതുപോലെ തന്നെ അവൻ്റെ സെൽഫ് ലോഡും കുറവായിരിക്കും. ഓക്കെ ആണോ. അവന് ഹൈ സ്ട്രെങ്ത് പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ മെമ്പർ സൈസും കുറയ്ക്കാൻ സാധിക്കും, അവൻ്റെ സെൽഫ് വെയിറ്റും കുറവായിരിക്കും. അതുപോലെ തന്നെ ലോങ്ങർ സർവീസ് ലൈഫ് ഉള്ളൊരു മെറ്റീരിയലാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതിന് ഹൈ ഡെൻസിറ്റി ആണ്. അവൻ്റെ നേച്ചർ ഫാക്ടറി മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഹോമോജീനിയസ് നേച്ചർ ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഈ സ്റ്റീൽ സ്ട്രക്ചറുകളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം, അല്ലെങ്കിൽ ഓൾട്രേഷൻ വരുത്തണം, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഈസി ആയിരിക്കും. കോൺക്രീറ്റിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മോഡിഫിക്കേഷനും ഓൾട്രേഷനും സ്ട്രെങ്തനിങ്ങും ഒക്കെ ഈസി ആയിരിക്കും. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റഡ് മെമ്പേഴ്സിനെ ഡിസസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഡിസസംബിൾ ചെയ്യാനും, പിന്നെ നമുക്ക് വേറെന്താ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല സാൽവേജ് വാല്യൂ ആയിരിക്കും, ലാർജർ സാൽവേജ് വാല്യൂ. അതായത് ഇതിപ്പോൾ എൻ്റെ യൂസ്ഫുൾ ലൈഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾക്കിപ്പോൾ അവനെ സ്ക്രാപ്പായിട്ട് വെക്കണമെങ്കിൽ, ഓക്കെ, അപ്പം നമുക്ക് അത്യാവശ്യം എമൗണ്ട് കിട്ടും. ഇതിന് നല്ല സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ റോൾഡ് സ്റ്റീൽ സെക്ഷൻ്റെ ഷേപ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ. നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഷേപ്സ് ഉണ്ട്. ഓക്കെ. അതാണ് ആംഗിൾ സെക്ഷൻ, ഐ സെക്ഷൻ, ഫ്ലാറ്റ്, റൗണ്ട് ആൻഡ് സ്ക്വയർ ബാർ, കൊറുഗേറ്റഡ് ഷീറ്റ്സ്, ചാനൽ, ടി സെക്ഷൻ, പ്ലേറ്റ്സ്. അപ്പോൾ ഇത്രയും സെക്ഷനുകളായിട്ടാണ് നമുക്ക് റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെയാണ് ആംഗിൾ സെക്ഷൻ. ആംഗിൾ സെക്ഷൻ എന്ന് പറയുമ്പം ആംഗിൾ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആംഗിൾ പോലെ ഇരിക്കുക. ഇതിൽ ഈക്വൽ ലെങ്ത് ഉള്ള ലെഗ് ലെങ്ത് ഉള്ള ആംഗിൾസും വരാം, അതുപോലെ തന്നെ അൺഈക്വൽ ലെഗ് ലെങ്ത് ഉള്ള ആംഗിൾസും വരാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ക്ലീറ്റ്, പർലിൻ എന്നൊക്കെ പറയുമ്പോൾ റൂഫ് ട്രസ്സിൽ വരുന്ന സാധനങ്ങളാണ്. ആൻഡ് മെമ്പേഴ്സ് ഓഫ് ട്രസ്സിലെ മെമ്പേഴ്സിന്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിൽറ്റപ്പ് സെക്ഷൻസ് ഉണ്ട്. ഇതുപോലെ ഉള്ള കുറേ റോൾഡ് സെക്ഷൻസ് ചേർത്ത് ഉണ്ടാക്കുന്ന സെക്ഷനാണ് ബിൽറ്റപ്പ് സെക്ഷനുകളിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ബ്രേസിങ് സൈഡ്, രണ്ട് കോളം എല്ലാം വരുമ്പോൾ ഇതിന് ഇങ്ങനെ ഉള്ള ഈ ലാറ്ററൽ ലോഡ്സ് ക്യാരി ചെയ്യാനുള്ള ബ്രേസിങ്സ് ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ ഈ ആംഗിൾ സെക്ഷന് യൂസ് ചെയ്യും. ഇനി റേഞ്ച് ഓഫ് ഈക്വൽ ആംഗിൾസ്, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ ക്യാപിറ്റലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ റേഞ്ച് മെയിൻലി എന്താ 20/22, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ 200/200 സൈസിലാണ് നമുക്ക് അവൈലബിൾ ആകുക. ഓക്കെ. അതുപോലെ തന്നെ ഇതാണ് ഈക്വൽ ആംഗിളിൻ്റെ ഡയമെൻഷൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ 20/22, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ 200/200, അത്രയും ഡയമെൻഷൻസിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അൺഈക്വൽ ആംഗിൾസ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ 30/22, ISA 200/140, ഇത്രയും സൈസിൽ അവൈലബിൾ ആണ്. തിക്നെസ് വേരി ചെയ്തിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഈ ഈക്വൽ ആംഗിൾസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് സെയിൽ എന്നുള്ള കമ്പനിയാണ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, SAIL. നിങ്ങൾ അവരുടെ സൈറ്റിലൊക്കെ കയറിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ഇനി നമുക്ക് സെയിം ലെങ്ത് ഒക്കെ ആണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് തിക്നെസ്സിൽ അവന്മാർ അവൈലബിൾ ആണ്. സെയിം ലെങ്ത് ഉള്ളതും, അതായത് ഡിഫറെൻറ്റ് ലെഗ് ലെങ്ത് ഉള്ള ആംഗിൾസും ഒക്കെ നമുക്ക് ഡിഫറെൻറ്റ് തിക്നെസ്സിൽ നമുക്ക്
എന്താണ് അവൈലബിൾ ആണ്. ഇതാണ് ഒരു ഈക്വൽ ആംഗിൾ എന്ന് പറയുന്നത്. കണ്ടോ, രണ്ട് ലെഗും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഈക്വൽ ആംഗിൾ. അപ്പോൾ ഈ ലെഗ് കുറച്ച് കൂടുതലാണ് ഈ ലെഗിനെക്കാട്ടിലും. കണ്ടോ, നമ്മൾ ആംഗിൾസ് ഒക്കെ ചേർത്തിട്ട് ഒരു ബിൽട്ടപ്പ് സെക്ഷൻ ഉണ്ടാക്കി ഏകദേശം ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി അടുത്താണ് ചാനൽ സെക്ഷൻ. നമ്മൾ ചാനൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സി ഷേപ്പ് വരുന്നൊരു സെക്ഷനാണ് ചാനൽ സെക്ഷൻ. അത് നമ്മൾ പർലിനുകൾ യൂസ് ചെയ്യും. റൂഫ് ട്രസ്സിൻ്റെ ഒക്കെ പർലിന്, പിന്നെ നമ്മൾ മുമ്പ് ബ്രേസിങ്സ് പറഞ്ഞില്ല, അതുപോലെ ബ്രേസസിൽ യൂസ് ചെയ്യും. പിന്നെ ലൈറ്റ് ബീംസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. പിന്നെന്താ, ബിൽട്ടപ്പ് സെക്ഷൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. കോളം, ബീം, പ്ലേറ്റ് ഗഡർ, പിന്നെ അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ട്രസ് മെമ്പറുകൾ, ഇതിനൊക്കെ നമ്മൾ ചാനൽ സെക്ഷൻ യൂസ് ചെയ്യും. ഇങ്ങനൊരു ഷേപ്പ് ആയിരിക്കും ഇവൻ്റെ സി ഷേപ്പ്. ഓക്കെ, അപ്പം നമുക്ക് 3 ഡിഫറെൻറ്റ് വെയിറ്റ് കാറ്റഗറീസിൽ ഇവന് അവൈലബിൾ ആയിട്ടുള്ളത്. ജൂനിയർ, ലൈറ്റ് വെയിറ്റ്, മീഡിയം വെയിറ്റ്. അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ചാനൽ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് C4 ചാനലാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൾ ദ ലെഗ് തിക്നെസ്, നമ്മുടെ ലെഗിന് എത്ര തിക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ്റെ വെയിറ്റ് പെർ മീറ്റർ ലെങ്ത് എത്ര എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് ഇവൻ്റെ പേരിങ്ങനെ കൊടുക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ചാനൽ 100 എന്ന് പറയുമ്പോൾ അവൻ്റെ ഡെപ്ത് ആണ്, H ആണ് 100, 4.8 kg/m. അപ്പോൾ അവൻ്റെ എത്ര വെയിറ്റ് ആണ് 4.8 kg/m എന്ന് പറയാം. ഇങ്ങനെയായിരിക്കും അവൻ്റെ ഡെസിഗ്നേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് ഐ സെക്ഷൻ. ഐ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 2 ഫ്ലാഞ്ചുകളുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഫ്ലാഞ്ച്, പിന്നെ ഇതിന് പറയുന്ന പേരാണ് വെബ്. അപ്പം നമുക്ക് 2 ഫ്ലാഞ്ച് ഉണ്ട്, അതിനെ കണക്ട് ചെയ്യുന്നത് ഒരു വെബാണ്. അതിൻ്റെ ഡെപ്ത് നമുക്ക് അറൗണ്ട് 74 to 600 mm ഡെപ്തിൽ അവൈലബിൾ ആണ്. ഇതിനെ നമുക്ക് എന്താ ജൂനിയർ സെക്ഷൻ, മീഡിയം സെക്ഷൻ, ഫ്ലാഞ്ച് ബീംസ്, അല്ലെങ്കിൽ വൈഡ് ഫ്ലാഞ്ച് ബീംസ്, ഹെവി ബീംസ് എന്നൊക്കെ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്താണ് റെയിൽ സെക്ഷൻ. റെയിൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മോഡിഫൈഡ് ഐ സെക്ഷൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ടോപ്പ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് അതൊരു ബൾബുലാർ ഷേപ്പിലായിരിക്കും ഇരിക്കുക. ആ ബൾബുലാർ ഷേപ്പിലുള്ള ടോപ്പ് ഫ്ലാഞ്ചിൽ കൂടെ ആയിരിക്കും നമ്മുടെ റെയിൽവേ വാഗൺസ് മൂവ് ചെയ്യുക. ഓക്കെ, ഇനി ലോവർ ഫ്ലാഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറച്ച് വൈഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ ലോവർ ഫ്ലാഞ്ചിനെയാണ് നമ്മൾ സ്ലീപ്പറുകളിൽ ഫിക്സ് ചെയ്യുന്നത് അല്ലേ, സ്ലീപ്പറുകളിൽ ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇവൻ്റെ ലോഡ്സിനെ താഴോട്ട് ഈക്വലായിട്ട് നല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബോട്ടം നല്ല വൈഡായിട്ടും ടോപ്പ് ഒരു ബൾബുലാർ ഷേപ്പിലുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ടി സെക്ഷൻ. ടി സെക്ഷൻ്റെ ഷേപ്പ് എന്താ, ടി ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ഫ്ലാഞ്ചും ഒരു വെബും ഉണ്ട്. ഓക്കെ, ഒരു ഫ്ലാഞ്ചും ഒരു വെബും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ഡെസിഗ്നേഷൻ കൊടുക്കുന്നത് ഓവറോൾ ഡയമെൻഷനും തിക്നെസ്സും വെച്ചിട്ടാണ്. ഇവൻ്റെ സൈസ് 20x20/3 mm, 140x140/10 mm സൈസിലൊക്കെ ഇവൻ അവൈലബിൾ. അപ്പോൾ 20 എന്ന് പറഞ്ഞാൽ ഇത്, പിന്നെ 20 താഴോട്ട് തിക്നെസ് ആയിരിക്കും 3 mm എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഇവൻ്റെ ഡിഫറെൻറ്റ് സൈസസ് അവൈലബിൾ ആണ്. ഇതിനെ നമ്മൾ റൂഫ് ഡ്രസ്സുകളിലൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇവൻ്റെ ഡെസിഗ്നേഷൻ ISND, അതായത് N ഫോർ നോർമൽ, ഡീപ് ലെഗ്ഡ് അല്ലെ DT, LT ആകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, MT മീഡിയം വെയിറ്റ്, HT ഹെവി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഡെസിഗ്നേഷൻസിൽ ഇവനെ അവൈലബിൾ ആണ്. ഇനി അടുത്തൊന്നാണ് ഫ്ലാറ്റ് ബാറുകൾ എന്ന് പറയും. ഫ്ലാറ്റ് ബാർ എന്ന് പറയുമ്പോഴത്തേനും ഈ ഫ്ലാറ്റ് ബാറിൻ്റെ മാനുഫാക്ചർ സൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 24/4 mm to 400 mm/40 mm സൈസിലൊക്കെ ഫ്ലാറ്റ് ബാറുകളൊക്കെ അവൈലബിൾ ആണ്. ഇതിനെ നമ്മൾ ഗ്രില്ലൊക്കെ, സ്റ്റീലിൻ്റെ ഗ്രില്ലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും, വിൻഡോകളിൽ യൂസ് ചെയ്യും, ഗേറ്റുകളിൽ യൂസ് ചെയ്യും, ബ്രേസിംഗ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ലേസിങ് ഓഫ് ബിൽട്ടപ്പ് സെക്ഷൻ, നമ്മൾ വലിയ കോളമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് അതിന് നമ്മൾ ലേസിങ് ബാറ്റണിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ലേസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിവനെ യൂസ് ചെയ്യും, കോളത്തിലും ബീമിലും ട്രസ് മെമ്പറുകളിലും ഒക്കെ. ഇനി അടുത്തൊരെണ്ണമാണ് സ്ക്വയർ ബാർ. സ്ക്വയർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അവൻ്റെ സൈസ് അറൗണ്ട് 4 mm/4 mm to 300 mm/300 mm സൈസിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഗ്രില്ല്, വിൻഡോ, ഡോറിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരെണ്ണമാണ് റൗണ്ട് ബാർ. റൗണ്ട് ബാർ എന്ന് പറയുമ്പോൾ എന്താ, അവൻ്റെ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും അല്ലേ. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 mm to 300 mm സൈസിൽ ഡയമീറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ബാറിൻ്റെ ഡയമീറ്റർ 400 mm വരെ ഉള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതത്ര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് റൗണ്ട് ബാർസ്, നമ്മൾ യൂസ് ചെയ്യുന്ന റൗണ്ട് ബാർസ്, റീൻഫോഴ്സിംഗ് മെമ്പേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന റൗണ്ട് ബാർസ് ഏതിലൊക്കെ യൂസ് ചെയ്യുക, നമ്മൾ സ്ലാബുകളിൽ, സ്ലാബ് അറിയാമല്ലോ, ലിൻഡൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ സൺഷെയ്ഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനം. പിന്നെ അടുത്ത് എന്താ, ബീമുകളിൽ യൂസ് ചെയ്യും, കോളത്തിൽ യൂസ് ചെയ്യും. ഇതിലൊക്കെ നമ്മൾ റൗണ്ട് ബാർസ് യൂസ് ചെയ്യും. റൗണ്ട് ബാർസ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. പ്ലെയിൻ റൗണ്ട് ബാർസ്, ഇതുപോലെ ഇരിക്കുന്ന പ്ലെയിൻ റൗണ്ട് ബാർസ് ഉണ്ട്. പിന്നെ റിബ്ഡ് ഓർ ടോർ സ്റ്റീൽ ബാർ, ഇതുപോലെ റിബായിട്ടുള്ളത്, പിന്നെ ടോർ സ്റ്റീൽ ബാർസും ഉണ്ട്. ഓക്കെ, നമുക്കിനി അതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം റിബ്ഡ് അല്ലെങ്കിൽ ടോർ സ്റ്റീൽ ബാർസ് എന്ന് പറയുമ്പോൾ എന്താ, അതിനെ നമ്മൾക്ക് എന്താ ഒരു റിബ് പോലെ, അതായത് ഈ നമ്മളിപ്പോൾ ഒരു സ്റ്റീൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഒരു
റിബ് പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഡീഫോംഡ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ബാർസ് ആണ് ഈ റിബ്ഡ് ബാർസ് എന്ന് പറയുന്നത്. അതിനകത്ത് റിബ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്മോൾ പ്രൊജക്ഷൻസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, എന്തിനാ ഈ പ്രൊജക്ഷൻസ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദെയർ ബോണ്ടിങ് വിത്ത് കോൺക്രീറ്റുമായിട്ട് ബോണ്ടിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് മൈൽഡ് സ്റ്റീൽ ബാർ. മൈൽഡ് സ്റ്റീൽ ബാർ നമ്മൾ കണ്ടില്ലേ, ചുമ്മാ റൗണ്ട് ആയിട്ടിരിക്കുന്ന ബാറുകളാണ് മൈൽഡ് സ്റ്റീൽ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈൽഡ് സ്റ്റീൽ ബാറിന് നമ്മൾ ഡെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ FE 250 എന്നും പറയാറുണ്ട്. ഈ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു yielding ഉണ്ടാകുന്ന സ്ട്രെങ്ത്. നമ്മൾ പണ്ട് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം ഒക്കെ പഠിച്ചു കൊടുക്കുന്നില്ലേ, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം സ്റ്റീലിൻ്റെ ഇങ്ങനെ ആയിരിക്കും വേരി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ yielding ഉണ്ടാവും. അപ്പോൾ എന്താ, നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞ് yielding സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു പോർഷനിലെ സ്ട്രെങ്ത് ആണ് yield സ്ട്രെങ്ത് എന്ന് പറയുക. അത് അറൗണ്ട് 250 MPa ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെയൊക്കെ എവിടെ യൂസ് ചെയ്യുക? റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിൽ, സ്മോൾ സ്കെയിൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിലൊക്കെ നമ്മൾ ഈ മൈൽഡ് സ്റ്റീൽ ബാർസ് ആണ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിലൊക്കെ നമ്മളിവനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഹൈ yield സ്ട്രെങ്ത് ഡിഫോംഡ് ബാർ. ഹൈ yield സ്ട്രെങ്ത് ഡിഫോംഡ് ബാർ, HYSD നമ്മൾ പറയാം. ഹൈ yield സ്ട്രെങ്ത് എന്നാണ് YS, yield സ്ട്രെങ്ത് ഡിഫോംഡ് ബാർ. അപ്പോൾ ഈ HYSD ബാർസ് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് അറൗണ്ട് FE 415, FE 500, FE 600 എന്നൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. ഇതിൽ ഈ 500, 600, 450 എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹൈ yield സ്ട്രെങ്ത് ഡിഫോംഡ് ബാറിൻ്റെ yield സ്ട്രെങ്തുകളാണ് ഇൻ മെഗാപാസ്കലാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് D എന്ന് കണ്ടാൽ, 415D എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ 500D എന്ന് കണ്ടാൽ, D സ്റ്റാൻഡ്സ് ഫോർ ഡിഫോംഡ് ആണ്. അതായത് ഡിഫോംഡ് ആയിട്ടുള്ള ബാറുകളാണ്, റിബ്സ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്താണ് TMD ബാർ. നമ്മൾ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ കാണും അല്ലെ, TMD ബാർ എന്ന് പറയുന്നത്. അപ്പോൾ TMDൻ്റെ മീനിങ് എന്താ? തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസിന് നമ്മൾ സ്പെഷ്യൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? അതിൻ്റെ സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാനും അവന് കൊറോഷൻ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിനെ തെർമോ മെക്കാനിക്കലി ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവൻ്റെ TMD ബാർസിൻ്റെ മെയിൻലി 500D എന്നൊക്കെ നമ്മളതിനെ പറയും. ഓക്കെ, ഇനി അടുത്തത് എപ്പോക്സി കോട്ടഡ് ബാർ. അപ്പോൾ എപ്പോക്സി എന്താ? എപ്പോക്സി കോട്ടഡ് ബാറിൻ്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താ. ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് എപ്പോക്സി. എന്തിനു വേണ്ടിയിട്ടാണ് എപ്പോക്സി കോട്ട് ചെയ്യുക? കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ, പിന്നെന്താ അഗ്രസീവ് എൻവയോൺമെൻറ്റിൽ യൂസ് ചെയ്യാൻ പരുവത്തിനാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എപ്പോക്സി കോട്ടഡ് ബാർസ് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ഗാൽവനൈസ്ഡ് ബാർസ്. ഗാൽവനൈസ്ഡ് ബാർ എന്ന് പറയുമ്പോൾ നമ്മൾ സിങ്ക് കോട്ടിങ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കൊറോഷൻ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈസ് ഐഡിയൽ ഫോർ യൂസ് ഇൻ എൻവയോൺമെൻറ്റ്സ് എക്സ്പോസ് ടു മോയ്സ്ചർ ആൻഡ് ക്ലോറൈഡ്. അപ്പം നമുക്ക് മോയ്സ്ചറോ ക്ലോറൈഡോ ഒക്കെ വരുന്ന എൻവയോൺമെൻറ്റുകളിൽ നമുക്ക് ഈ ഗാൽവനൈസ്ഡ് ബാർസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്താണ് കോൾഡ് ട്വിസ്റ്റഡ് ഡിഫോംഡ് ബാർ, CTD എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കോൾഡ് ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കോൾഡ് ട്വിസ്റ്റഡ് എന്ന് പറയുന്നത്. ഇനി ഇവൻ്റെ പേരാണ് ടോർ സ്റ്റീൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ടോർ സ്റ്റീലിനെ നമ്മൾ എന്ത് ചെയ്യാം? വേരിയസ് കൺസ്ട്രക്ഷൻ ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമുക്കിപ്പം ഇങ്ങനെയുള്ള റീബാർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2-3 പഠിച്ചില്ലേ, TMD, കോൾഡ് ട്വിസ്റ്റഡ്, HYSD, മൈൽഡ് സ്റ്റീല് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ബാറുകൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക? നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുക. നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട്, അതായത് എത്ര ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ട്, നമ്മുടെ സൈറ്റിലെ എൻവയോൺമെൻറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, സ്ട്രക്ചറൽ ഡിസൈനിൽ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ വെച്ചിട്ടാണ് നമ്മളിതിനെ സെലക്ട് ചെയ്യുക. അടുത്താണ് പ്ലേറ്റ്. പ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? വൈഡർ സെക്ഷൻസ്. അതായത് നമ്മുടെ ഫ്ലാറ്റ് ബാർ നമ്മൾ പറഞ്ഞില്ലേ, ഫ്ലാറ്റ് ബാറിൻ്റെ വിഡ്ത്ത് മോർ ദാൻ 400 mm ആവുകയാണെങ്കിൽ നമുക്ക് അവനെ പ്ലേറ്റ് എന്ന് പറയും. പ്ലേറ്റിൻ്റെ തിക്നെസ് നമുക്ക് അറൗണ്ട് 4 to 40 mm തിക്നെസ്സിലുള്ള പ്ലേറ്റുകൾ വരെ അവൈലബിൾ ആണ്. ഇനി ഈ പ്ലേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 900 mm to 2400 mm ആണ്. അതിൻ്റെ ഇൻക്രിമെൻറ്റ് വരുന്നത് 100 mm ഇൻക്രിമെൻറ്റ്, 900, 1000, 1100 അങ്ങനെ പറഞ്ഞു വരും. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ലെങ്ത്, IMR ലെങ്ത് എന്ന് പറയുന്നത് 200 mm to 12,400 mm വരെ നമുക്ക് ലെങ്ത് അവർക്ക് അവൈലബിൾ ആണ് പ്ലേറ്റുകൾക്ക്. അപ്പോൾ ഇതിനെ എവിടെ യൂസ് ചെയ്യാം? നമുക്ക് ജോയിൻറ്റുകളിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ പ്ലേറ്റുകളെ യൂസ് ചെയ്യാം. വേറൊന്നാണ് കൊറുഗേറ്റഡ് ഷീറ്റ്സ് എന്ന് പറയാം. കൊറുഗേറ്റഡ് ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഗ്രൂവ്സ് ഉണ്ട്, സ്പെഷ്യൽ ഗ്രൂവ്സ് ഉണ്ട്. ആ ഗ്രൂവ്സിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റീലിനെ പാസ് ചെയ്യും. ഓക്കെ, അപ്പം പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബെൻഡ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് ഫോം അല്ലെങ്കിൽ കൊറുഗേറ്റഡ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇവനെ നമ്മൾ റൂഫ് കവറിംഗ് ആയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പാനൽസ് ആയിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ സ്റ്റീൽ ഡോറ്,
എന്താ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റിനൊക്കെ മാനുഫാക്ചർ ചെയ്ത സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഈ കൊറുഗേറ്റഡ് ഷീറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കൊറുഗേറ്റഡ് ഷീറ്റ്സിനെ നമുക്ക് എന്തും വിളിക്കാം, GI ഷീറ്റ് എന്നും വിളിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഇടുന്നുണ്ട് അല്ലേ, GI ഷീറ്റുകൾ നമുക്കിതിനെ വിളിക്കാൻ സാധിക്കും. അടുത്താണ് ബിൽറ്റപ്പ് സെക്ഷനുകൾ. ബിൽറ്റപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെക്ഷൻ വെച്ചിട്ട് നമ്മൾ വേറെ സെക്ഷൻ ഉണ്ടാക്കും. ഇപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ 4 ആംഗിൾസ് ചേർന്നിട്ട് ഒരു സെക്ഷൻ ഉണ്ടാക്കി. ഇവിടെ നോക്കിയേ, 2 ചാനൽ ചേർത്ത് വെച്ചൊരു സെക്ഷൻ ഉണ്ടാക്കി. ഇവിടെ 2 ഐ സെക്ഷൻ ചേർന്നിട്ടൊരു സെക്ഷൻ ഉണ്ടാക്കി. ഇവിടെ ഐ സെക്ഷനും ഒരു പ്ലേറ്റും, ഇവിടെ ഐ സെക്ഷനും ഒരു ചാനലും. ഇവിടെ കണ്ടോ, ഒരു 3 പ്ലേറ്റ് സെക്ഷൻസ്, അതിനിടയിൽ ഐ സെക്ഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ റിവെറ്റ് ചെയ്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷേപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ടാക്കുന്നതിനാണ് ബിൽറ്റപ്പ് സെക്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സ്റ്റീലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.